നമഃശിവായ. ആരാധ്യരായ ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ജൂൺ 26 ലോകമെങ്ങും ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുകയാണ്. ഈ അവസരത്തിൽ ലഹരി മനുഷ്യർക്ക് വരുത്തുന്ന വിപത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. 1987 മുതലാണ് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലഹരി വരുത്തി വെക്കുന്ന വിപത്തിനെ കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. മദ്യം, മയക്കുമരുന്ന്, പുകയില, മറ്റ് രാസവസ്തുക്കൾ എന്നിവയാണ് പ്രധാനമായും ഉപയോഗിക്കുന്ന ലഹരി വസ്തുക്കൾ. മയക്കുമരുന്നിന്റെ ഉപയോഗം മൂലം ബുദ്ധിയും വിവേകവും നഷ്ടപ്പെട്ട് സ്വയം നശിച്ചും ചുറ്റുപാടുകൾ നശിപ്പിച്ചും ഇന്നത്തെ തലമുറ സ്വയം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ലഹരിക്കെതിരെയുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം ബോധവൽക്കരണമാണ്. സമൂഹത്തിൽ ആൺപെൺ വ്യത്യാസമില്ലാതെ ലഹരിക്കടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ജീവിതം കാർന്നു തിന്നുന്ന നമ്മുടെ നാടിനെയും കുടുംബത്തെയും നശിപ്പിക്കുന്ന ഈ മഹാവിപത്തിനെതിരെ നമുക്കൊന്നിച്ചു പൊരുതാം. അതിനായി കൂട്ടുകാരെ, നാം ഒരിക്കലും ലഹരിക്കടിമപ്പെടരുത്. പുസ്തക വായനയാകട്ടെ നമ്മുടെ ലഹരി, കലാകായിക പ്രവർത്തനങ്ങളാകട്ടെ നമ്മുടെ ലഹരി, നല്ല കൂട്ടുകാരോടൊത്ത് കൂട്ടുചേരലാകട്ടെ നമ്മുടെ ലഹരി, മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളുടെയും ഉപദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കുക എന്നതാവട്ടെ നമ്മുടെ ലഹരി. ലഹരിക്കടിമപ്പെട്ടു പോയവരെ ഒറ്റപ്പെടുത്താതെ ചേർത്ത് നിർത്തി അതിൽ നിന്നും മുക്തരാകാൻ നമ്മളാലാകും വിധം ശ്രമിക്കാം. അങ്ങനെ ലഹരി മുക്ത സുന്ദര ലോകം സൃഷ്ടിക്കാം. അതിനായി നമുക്ക് കൈകോർക്കാം. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.